ഹായ്, ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. ടിപ്പ് എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നും വിചാരിക്കല്ലേ, എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയായിരിക്കും. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. ഫേസ്ബുക്കിൽ ഒരു കൃഷിത്തോട്ടം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അറിവാണ്. ഇപ്പോൾ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, ഈ പൂച്ചെടിയിലൊക്കെ ഒരുപാട് പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുണ്ടാക്കാനായിട്ട് ഒരു ഏത്തപ്പഴത്തിൻ്റെ തൊലി, ഒരു 4 കോഴിമുട്ടേൻ്റെ തോടെടുക്കുക. പുഴുങ്ങിയതൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 7-8 പേർക്ക് കട്ടൻ ചായ തിളപ്പിച്ചിട്ടുള്ളതിൻ്റെ തേയിലപ്പൊടിയില്ലേ, അതെടുക്കുക. പാൽ ചായൻ്റെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു 250 ml വെള്ളവും കൂടി, അത് ക്ലോറിൻ മിക്സ് ആയിട്ടുള്ള വെള്ളം എടുക്കാൻ പാടില്ല. അപ്പോൾ അതും കൂടി ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഈ പൂച്ചെടി ഏതാ വെച്ചാൽ അതിൻ്റെ ചോട്ടിൽ ഈ തണ്ടിൽ കുറച്ച് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് അധിക നേരം വെച്ചിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പുളിപ്പിക്കാനൊന്നും പാടില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കൊണ്ട് ഒഴിക്കണം. ഇഷ്ടംപോലെ പൂവുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 40 ദിവസത്തിന് മേലെ പ്രായമുള്ള ചെടി ഉണ്ടാവില്ലേ, അതിനെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ആരോഗ്യമില്ലാത്ത ചെടിയിലൊന്നും കൊണ്ട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കണേ.